നമസ്കാരം. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. ഈ പുതിയ തലമുറ, അതായത് യുവത്വമൊക്കെ ഏത് രീതിക്കാണ് ചിന്തിക്കുന്നത്, അവർ എന്ത് രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്, ശരിക്കും അവര് ഏത് രീതിയിലേക്ക്, ഏത് വഴികളിലേക്കാണ് പോകുന്നത്, ആ വഴികളുടെ ഒടുവിൽ അവരൊരു മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന ഒരു തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെ നടുക്കിയ ഒരു വാർത്തയാണ് കാസർഗോഡ് ഉണ്ടായ, അതായത് 3 ആഴ്ച മുമ്പ് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. മാത്രമല്ല, ഒപ്പം ഒരു 42കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സംഭവം അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ 10ാം ക്ലാസ്സുകാരിക്കും ഈ 42കാരനും സംഭവിച്ചത്? ഇവർക്കിടയിലുള്ള ഒരു ബന്ധം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്താനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഈ സംഭവത്തിൽ പോലീസിന് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് അല്ലെ? ശരിക്കും എന്തായിരുന്നു ഈ ഒരു സംഭവം? അതായത് ഈ ഫെബ്രുവരി 12ാം തീയതിയായിരുന്നു ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനെ വീട്ടിൽ നിന്ന് കാണാതായത്. ഇളയ സഹോദരിക്കൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. അപ്പോ പിന്നീട് പുലർച്ചെ ഒരു 3:30യോടുകൂടി പെൺകുട്ടിയെ കാണാതായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ. ഈ അയൽവാസിയായ പ്രദീപ്, അതായത് ഈ കുടുംബവുമായിട്ട് ഭയങ്കര ബന്ധം പുലർത്തിയിരുന്നു. പിതാവിന്റെ വിശ്വസ്തനാണ് ഈ പ്രദീപ് എന്ന് പറയുന്നത്. അപ്പോ പുലർച്ചെയുടെ മകളെ കാണാതായപ്പോൾ ഇവര് സ്വാഭാവികമായിട്ട് മകളെ അന്വേഷിച്ചിറങ്ങുന്നു. മകളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോ മകളുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. നേരെ തിരിച്ച് എന്തായിരുന്നാലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തിനും ഓടിയെത്തുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അയാളെ ആയിരിക്കും ആദ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പിതാവും ആദ്യം വിളിച്ചത് എന്റെ വിശ്വസ്തനായ പ്രദീപിനെയായിരുന്നു. പക്ഷെ പ്രദീപിനെ ഫോൺ ചെയ്തപ്പോഴും പ്രദീപിന്റെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പൊ ഒരേ ദിവസം തന്നെ ഈ പറയുന്ന രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്നു, രണ്ടുപേരെയും കാണാതാകുന്നു. അപ്പൊ എന്തൊക്കെയോ ദുരൂഹതകൾ മണത്തു. കുടുംബം എന്ത് ചെയ്തു? പരാതി നൽകി. പക്ഷെ കുടുംബം പോലീസിലെ പരാതി നൽകിയെങ്കിലും പോലീസ് കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ വേണ്ടി. കാരണം 3 ആഴ്ച, അതായത് 28 ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെയും ഈ പറഞ്ഞ 42കാരനെയും അന്വേഷിച്ച് ഒരു നാട് ബന്ധുക്കളും ഒക്കെ ഇറങ്ങുകയാണ്. ഒരു തരത്തിലും അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നേരെ തിരിച്ച് ഇന്ന് പുലർച്ചെയോടെ പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ 42കാരന്റെയും 15കാരിയുടെ മൃതദേഹങ്ങളാണ്. അക്യൂഷ മരത്തില് രണ്ടുപേരും മുഖം വിപരീതമായി നിന്നുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് സമീപം തന്നെ ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഒരു ദുരൂഹത തന്നെ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അല്ല, പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചുവെന്ന് അല്ലെ? അതായത് ഇവരുടെ ഒരു പരാതി കൊടുക്കുന്നു, ഇവരെ കാണാനില്ല എന്ന് പരാതി കൊടുക്കുന്നു. എന്നിട്ട് ഒരു എത്രയോ ദിവസം എടുത്തിട്ടാണ് ഇവർക്ക് ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയത്, ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ എന്തൊരു വീഴ്ച പോലീസ് ചെയ്യാൻ പറ്റിയത് പോലും ഇന്നത്തെ ദിവസമാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. കാരണം പോലീസിന് മുന്നേ അന്വേഷിച്ചുവെങ്കിലും രണ്ടുപേരുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു, സിഗ്നൽ ലഭിക്കുന്നില്ല, ഡോഗ് സ്ക്വാഡ് വരുന്നു, പരിശോധിക്കുന്നു, പക്ഷെ ഒരു തരത്തിലുള്ള ഒരു തുമ്പുകളും ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്. പിന്നീട് അവർ പറയുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ കൂടുതൽ അവർക്ക് അന്വേഷിക്കാൻ പറ്റിയ ഒരു ഇത് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് കുട്ടി വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നത് തന്നെ. പിന്നെ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും പിന്നെ വീടിനകത്ത് യൂസ് ചെയ്തിരുന്ന ചെരുപ്പ്, ഇതല്ലാതെ മറ്റൊന്നും തന്നെ ഈ വീടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കും ഈ 42കാരനും ഒളിച്ചോടണമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നോ ഒന്നും ചിലപ്പോൾ മുന്നിൽ ഒരു ഇത് ഉണ്ടായിരുന്നിരിക്കില്ല. ശരിക്കും അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, ഈ പ്രദീപ് എന്ന് പറയുന്നത് ഇവരുടെ കുടുംബവുമായിട്ട് അടുത്ത വിശ്വസ്തത പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ പെൺകുട്ടിക്ക് ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള രീതിക്ക് പ്രദീപിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നോ? അതല്ലെങ്കിൽ ഇനി ഇവരെ കാണാതായി അല്ലെങ്കിൽ മറ്റു തരത്തിൽ പലതും ആ നാട്ടിൽ എന്തെങ്കിലും പ്രചരിക്കുകയോ ഇവരെന്തെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ട് ഇവര് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പെട്ടെന്നൊരു അതെ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ രോഗാവസ്ഥ കാരണം അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെയായിട്ട് ഈ പ്രദീപിനെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമാണ് ഇവർ പുലർത്തിയിരുന്നത്. അപ്പോ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോവുക, പിന്നീട് ആത്മഹത്യ വഴിയെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ നമുക്ക് പലതും ദുരൂഹമായിട്ട് തന്നെ നമുക്ക് എന്താ പറയാ
ദുരൂഹത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ഇവർ തമ്മിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവർ ഒന്നിച്ചാണോ പോയത്, അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്താണ്? അല്ല, ഇവർക്കിടയിലല്ല. ഈ ഒരു പരാതി കൊണ്ട് കൊടുത്തപ്പോ പോലും കൃത്യമായിട്ട് പോലീസ് ഇടപെട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ആ നാട്ടിലൊക്കെ ആ സമയത്ത് പ്രചരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സദാചാര പോലീസിംഗ് തന്നെയായിരുന്നു. അതായത് ഒരു 42-കാരൻ ഒരു 15-കാരിയുമായിട്ട് ഒളിച്ചോടുന്നു, ചിലപ്പോ ഒരു മുംബൈയിലേക്ക് കടന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അതിനെ തഴഞ്ഞിട്ടു, അതിലേക്ക് അങ്ങനെ അടിച്ചമർത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു വീഴ്ച ഇങ്ങനെ ഒരു മൈൻഡ് പോലീസിനുണ്ടായി എന്നാണോ, അതോ നാട്ടുകാർ അത്തരത്തിലാണ് വന്നതെന്നാണ് നാട്ടുകാർ പോലും നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു 42-കാരനും 15-കാരിയും ഒളിച്ചോടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ എന്തൊക്കെ തരത്തിലായിരിക്കും കഥകൾ പ്രചരിക്കുക എന്നുള്ളത്. അതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെയും പ്രചരിച്ചു. പിന്നീട് നാട്ടുകാരൊക്കെ ഇതിൽ പ്രതിഷേധം ഉയർത്തി അന്വേഷണ സംഘത്തെ മാറ്റണം എന്ന് പറഞ്ഞു. അവസാനം കുടുംബം ഹേബിയസ് കോർപ്പസ് പോലും സമർപ്പിച്ചിരുന്നു. അപ്പോ അത്തരത്തില് വളരെ നീക്കങ്ങൾ നടത്തിയിട്ട് പോലും ഈ പോലീസിനൊന്നും യാതൊരുവിധ കൂസലുകളും ഇല്ലായിരുന്നു. അവര് പറയുന്നത് അവർ അന്വേഷിച്ചിരുന്നു, എന്താ CCTV-കളൊക്കെ അവർ ചെക്ക് ചെയ്തിരുന്നു, ഒക്കെ എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇവരെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഈ 500 മീറ്റർ മാത്രം അകലെയാണ് ഈ പറയുന്ന പ്രദീപിന്റെ വീട്. എന്നിട്ട് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ വീടിന്റെ 200 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇവരെ എന്തുകൊണ്ട് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല? നാട്ടുകാർ എന്നെ ഒന്ന് കാണാതായി എന്ന് വീട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും ഒന്ന് കാണാതായ ദിവസം മുതൽ തന്നെ നല്ല രീതിയിൽ നാട്ടുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിച്ചതോടെ ആരും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ആ നാട്ടിൽ തന്നെ ഇവരെ അന്വേഷിക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് പോയിട്ടില്ല. ഇവര് ബോംബെ കടന്നു, അങ്ങനെ പല വിധത്തിൽ പല കഥകൾ പ്രചരിച്ചപ്പോൾ അവർ ആ വഴിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരികയോ ഇത്തരത്തിൽ അവരെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് മെയിനായി പറയുകയാണെങ്കിൽ ദിവസങ്ങളുടെ പഴക്കം, വേണമെങ്കിൽ ഒന്നരാഴ്ചയോളം പഴക്കം ഈ മൃതദേഹത്തിനുണ്ടെങ്കിൽ പോലും ദുർഗന്ധം വമിച്ചിരുന്നില്ല. അത് ഈ ക്ലൈമറ്റിന്റെ പല വ്യത്യാസങ്ങൾ കാരണം ദുർഗന്ധം വമിച്ചിരുന്നില്ല. അത് മാത്രമല്ല ഉയരത്തിലാണ് മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പെൺകൊച്ചിനെ ഇപ്പോ ഒരു ഞങ്ങളുടെ മകളെ കാണാനില്ല, അല്ലെങ്കിൽ ഒരു പെൺകൊച്ചിനെ കാണാനില്ല എന്നൊരു വിവരം അറിയുമ്പോൾ എല്ലാരും ആദ്യം ചിന്തിക്കുക അവൾ ആരോടെ കൂടെ പോയി. ഇതാണ് നമ്മുടെ മലയാളികളുടെ മനസ്ഥിതി. അവൾ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാകും, ആരെങ്കിലും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടാകും. അങ്ങനത്തെ രീതിയിൽ ഒരു സംസാരം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഉടൻ തന്നെ ചാടിക്കേറി ഒരു നിഗമനത്തിൽ എത്തുന്ന ഒരു മനോഭാവം നമ്മുടെ മലയാളികൾക്കിടയിൽ ഉണ്ട്. അത് ഒരുപാട് സംഭവങ്ങളിൽ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അതിന്റെ ആ ഒരു ബേസിൽ അല്ലെ അന്വേഷണം. തീർച്ചയായിട്ടും ഈ നാട്ടുകാരൊക്കെ തന്നെ എന്താ പറയാ ദിവസങ്ങളോളം ഭയങ്കരമായിട്ട് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു പരിധി വരയ്ക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയാണ് 28 ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയെയും ഈ അയൽവാസിനെയും ഈ വീടിന്റെ 200 കിലോമീറ്റർ മാത്രം മാറി ഇവരെ എന്താ പറയാ കാട്ടിലെ മരത്തില് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോ എന്താ പറയാ ശരിക്കും നമ്മുടെ ഇടയിൽ തന്നെ കണ്ടെത്താമായിരുന്ന 2 മനുഷ്യരായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അവിടെ ഒരു അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല? അത്രത്തോളം അന്വേഷണ സംഘം എന്താ പറയാ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്? മുംബൈയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോയ പെൺകുട്ടികളെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തിയ നമ്മുടെ പോലീസ് സേനയാണ്. അപ്പോൾ ഇത്രയും വീടിന്റെ അടുത്തുണ്ടായിരുന്നിട്ട് പോലും ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു പരിഭവം പറയേണ്ട കാര്യം തന്നെയാണ്. അതെ, പെൺകുട്ടിയുടെ വീട്ടിൽ പോലും ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി പലതരത്തിലുള്ള എന്താ പറയാ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ കാണാതായപ്പോൾ തന്നെ വീട്ടുകാർ പരാതി കൊടുക്കുന്നു. അപ്പൊ അന്വേഷണ സംഘം പ്രദീപിലേക്ക് അന്വേഷണം തിരിച്ചിട്ട് പോലും കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു അന്വേഷണം അതിനകത്ത് നടന്നിട്ടില്ല. നമുക്ക് ഇപ്പോഴും അറിയാനുള്ളത് ഈ പെൺകുട്ടിയും പ്രദീപും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ പെൺകുട്ടി എന്തുകൊണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ മൊബൈലിലേക്ക് കോള് വരണം. എന്തുകൊണ്ട് അവിടെ ആ സമയങ്ങളിൽ വന്ന കോളുകൾ ഇവര് പരിശോധന വിധേയമാക്കിയില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അന്വേഷിച്ചിട്ടില്ല എന്ന് പരാതി ഉണ്ടോ? വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഈ പോലീസ് അന്വേഷണത്തിൽ ഇതൊരു ഭാഗമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് കണ്ടെത്താമായിരുന്നു. അതിൽ വീഴ്ചകൾ പലതും വന്നതുകൊണ്ടാണല്ലോ ഇവർക്ക് എന്താ പറയാ ഇപ്പൊ ഈ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തേണ്ടി വന്നത്. എന്തായാലും അന്നത്തെ ദിവസം ഇവര് പോലീസ് കാര്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ, ഒരു അന്വേഷണം അവിടെ പുരോഗമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടെത്താൻ തന്നെ സാധിക്കുമെന്ന്. കാരണം ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് വന്നു, 26 ദിവസം എടുത്തു അല്ലെ? 28ഓളം ദിവസങ്ങൾ. ഈ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്താമായിരുന്നു. പ്രത്യേകിച്ച് അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ അതെ, ഇപ്പൊ ഈ മൃതദേഹത്തിന്റെ അടുത്തായിട്ട് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്, ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ കിറ്റ് കാറ്റ് കഴിച്ച ഒരു കവർ പാക്കറ്റ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ ഇവിടെ തന്നെ ഒളിച്ചു കഴിയണമെങ്കിൽ ആഹാരം വേണം, അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും സഹായം വേണം,
അല്ലെങ്കിൽ ഇവരെ ഒന്നുകിൽ ഒളിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാള് സഹായിച്ചിരിക്കണം. അപ്പോ അങ്ങനെ തരത്തില് ആരുടെങ്കിലും സഹായം കിട്ടി എന്നുള്ളത് നിർണായകമാണ്. ഇവർക്ക് ആഹാരമില്ലാതെ എത്ര ദിവസം മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും? അതുപോലെ ഇവരെപ്പോ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലല്ലോ. ഒരു ഒന്നര ആഴ്ചത്തെ പഴക്ക മൃതദേഹത്തിന് ഉണ്ട് എന്നാണ് പോലീസ് ഇപ്പൊ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. അതിന് ഇനിയിപ്പോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഇനി ഒരു മൂന്നാമതൊരാളുടെ ഇടപെടൽ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടോ എന്നത് തീർച്ചയായും നമ്മൾ അറിയേണ്ടതാണ്. ഈ പെൺകുട്ടി ഇനി മറ്റാരുടെങ്കിലും പ്രേരണയിൽ പോവുകയോ പിന്നീട് അതിനുശേഷം പ്രദീപിനെ വിളിക്കുകയോ പ്രദീപ് ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു ഇത് കാണും. കുടുംബത്തിന്റെ വിശ്വസ്തത പുലർത്തിയിരുന്ന ഇങ്ങനെ ഒരു വ്യക്തി ഇവരുടെ ആ ഒരു ഏജ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഈ വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. അതായത് 42 വയസ്സുള്ള ഒരാളുടെ കൂടെ ഒരു 10ാം ക്ലാസ്സുകാരി പോയി എന്ന രീതിക്ക് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ശരിക്കും എന്താണ് വാസ്തവം എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഈ രീതിയിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോ കുട്ടികളുടെ ഒരു അവസ്ഥ വല്ലാത്തൊരു സംഭവമായിപ്പോയി അല്ലെ. അതായത് ഈ ഇത്രയും 28 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം തങ്ങളുടെ ഒരു കയ്യെത്തും ദൂരത്ത് അവരുടെ മകൾ ആ അച്ഛന്റെ അമ്മയുടെ ഒരു അവസ്ഥ. ഇവരെ അന്വേഷണം പുരോഗമിച്ച മൊത്തം ഈ പ്രദീപിന്റെ കർണാടകയിലും കൂർഗിലും ഒക്കെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെയാണ് ഇവർ അന്വേഷണം പുരോഗമിച്ചത്. ആ സമയത്തൊക്കെ ഈ നാട്ടുകാരും അയൽവാസികളും ഒക്കെ ഈ ഏരിയയിൽ പരിശോധന നടത്തിയെങ്കിലും എന്താ പറയാ ഈ ഒരു പോയിന്റിലേക്ക് അവർ വന്നിട്ടില്ലായിരുന്നു. കാരണം അവിടേക്ക് സ്മെല്ല് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ദുർഗന്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും ആ ഭാഗത്തേക്ക് പരിശോധന നടത്തുക. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ ദിവസങ്ങളായിട്ട് കുട്ടിയെ കണ്ടെത്താനാകാത്തത് കൊണ്ട് തന്നെ ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ട് പ്രതിഷേധമാണ് ഉയർത്തിയത്. അപ്പോ പിന്നീട് മാതാവ് മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെയൊക്കെ വിവരം അറിയിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയായിരുന്നു. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് SP-ക്ക് അപേക്ഷയൊക്കെ നൽകിയതാണ്. അപ്പോ ഈ ഒരു 42 വയസ്സുകാരൻ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും അവരുടെ ഒരു ഏജ് ഗ്യാപ്പ്, ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ കുട്ടികളെയൊക്കെ അല്ലേ ഒരു വഴിതെറ്റിച്ച് കൊണ്ടുപോയതായിരിക്കാനാണ് സാധ്യത. നിലവിലെ ഒരു നിഗമനം അങ്ങനെയാണ്. നമുക്ക് റിപ്പോർട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തെറ്റിച്ചു കൊണ്ടുപോയി എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇതിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ദിവസം ഇവർക്ക് അല്ലെങ്കിൽ പോട്ടെ ഒരു 3 ദിവസമെങ്കിലും എന്ന് വെച്ചോ, ഈ ഒരു 3 ദിവസം പോലും ഇവർക്ക് ആഹാരമോ മറ്റു തരത്തിലുള്ള സഹായമോ ലഭിക്കാതെ അവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇവരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇവർക്ക് മറ്റു വിവരങ്ങളൊക്കെ ആരെങ്കിലും കൈമാറിയിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഒന്നുകിൽ ഇതൊക്കെ ഭയന്നിട്ടാവണം ചിലപ്പം സൂയിസൈഡിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. അത് ഉറപ്പാണ്. അപ്പോ നമുക്ക് പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണ് അല്ലെങ്കിൽ അവരെ അത്തരത്തിലേക്ക് നയിച്ചത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും ആ വിവരങ്ങളൊക്കെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇന്ന് ഏകദേശം ഒരു 7ഓളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നിട്ടാണ് ഒരു 90 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിലൊക്കെ വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിൽ നേരത്തെ നടത്തിക്കൂടായിരുന്നു? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറയാം. അപ്പോ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് അല്ലേ ഒന്ന് എടുത്ത് നല്ല രീതിയിൽ ഒരു അന്വേഷണം കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ പോലീസിനെ മാത്രം കുറ്റം പറയുന്നില്ല, ഉണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ, അപ്പോ ആരും ഇല്ലാത്തവരല്ലല്ലോ. അപ്പോ വേണ്ട രീതിയിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഒന്ന് അറിഞ്ഞൊന്ന് ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ആ 2 ജീവനുകളെ രക്ഷിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ പെൺകുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കലൊക്കെ പരീക്ഷയൊക്കെ എഴുതിയിരുന്നു. അപ്പോ SSLC പരീക്ഷയ്ക്ക് എത്താതിരുന്നതോടെയാണ് പിന്നീട് സ്കൂൾ അധികൃതർ പോലും പെൺകുട്ടി പിന്നീട് മിസ്സിംഗ് ആണെന്ന് അറിയുന്നത് തന്നെ. അപ്പോ എന്താ പറയാ, ചൈൽഡ് ലൈനിലൊക്കെ പരാതി നൽകിയിരുന്നു. അപ്പോ മൃതദേഹത്തിന് സമീപം ഇരുവരുടെ മൊബൈൽ ഫോണുകളും മറ്റും കണ്ടെത്തിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് പല സംഭവങ്ങളും പുറത്തു വരേണ്ടി. എന്തുകൊണ്ട് പോലീസ് കാര്യമായിട്ട് ഈ ഒരു കേസിനെ എടുത്തില്ല? ഒരു 15 വയസ്സുകാരി, അതൊരു മൈനർ ആയിട്ടുള്ള പെൺകുട്ടി പോലുമല്ല. അപ്പൊ എന്തുകൊണ്ട് ഇവർ തിരച്ചിൽ നടത്തിയില്ല? ഇതൊക്കെ ആരുടെ വീഴ്ചയാണ്? ആ കുടുംബം പരാതി നൽകിയിട്ട് പോലും അവന് വേണ്ട ഒരു ഗൗരവം കൊടുത്തില്ല എങ്കിൽ പിന്നെ എന്ത് സമീപനമായിരിക്കും ഇനി? ഇതുപോലുള്ള പല മിസ്സിംഗ് കേസുകൾ ഇപ്പൊ ദിനംപ്രതി മിസ്സിംഗ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സംഭവം പറയട്ടെ. എനിക്കിത് ഇവിടെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. എന്റെ പരിചയത്തിലുള്ള എനിക്കറിയാവുന്നത് തന്നെയാണ്. ആ ഒരു കുട്ടിയെ കാണാതാകുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു. 2 ദിവസത്തോളം ആ കുട്ടിയെ കണ്ടെത്തിയില്ല. അപ്പോ
വലിയ രീതിയിലുള്ള വിമർശനം ഈ മാതാപിതാക്കള് ചിലരുടെ ഭാഗത്ത് നിന്ന്, അതായത് ആരുടെ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലരുടെ ഭാഗത്ത് നിന്ന്, അതും വേണ്ടപ്പെട്ട ചിലരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ മാതാപിതാക്കൾ നേരിട്ടത്. അതായത് ആരുടെയും കൂടെ ഒളിച്ചു ഓടി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരുടെയും കൂടെ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കളെ ടോർച്ചർ ചെയ്തു. വലിയ രീതിയിൽ ടോർച്ചർ ചെയ്തു കുറച്ച് പേര്. അതും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് പേര് ടോർച്ചർ ചെയ്തു. അതായത് ആ അച്ഛനും അമ്മയും മകളെ കാണാതായി, മകളെ ഇനി എന്താണ് മകളുടെ അവസ്ഥ, എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല. ആ ഒരു വിഷമത്തിലിരിക്കുന്ന ആ മാതാപിതാക്കളെ കുറച്ചുകൂടി മെന്റലി കുറച്ച് പേര് ടോർച്ചർ ചെയ്ത ഒരു സംഭവം ഈ ഇടയ്ക്ക് ഉണ്ടായി. അത് ശരിക്കും വല്ലാത്ത രീതിയിലുള്ള ടോർച്ചറിങ് ആയിരുന്നു ആ മാതാപിതാക്കൾ നേരിട്ടത്. പക്ഷെ കുട്ടിയെ കണ്ടെത്തി, വളരെ ആശ്വാസമായി. അത് കുട്ടീനെ കണ്ടെത്തിയത് വലിയ ആശ്വാസമായി. പക്ഷെ ആ ഒരു സമയത്ത് അതും ടോർച്ചർ ചെയ്തത് ആരാണെന്ന് എനിക്ക് പറയണമെന്ന് പക്ഷെ ഞാൻ പറയുന്നില്ല. അത്രയും ആ ഒരു സാഹചര്യത്തിൽ കൂടി പോകുമ്പോൾ പോലും അവരെ ആ രീതിയിൽ ടോർച്ചർ ചെയ്ത ഈ സമൂഹത്തിൽ ഇങ്ങനെയാണിത്. ഈ അവരുടെ ഒരു മെന്റാലിറ്റി ഇങ്ങനെയാണ്. നമ്മൾ ഈ കുടുംബം പോലും നേരിട്ടത് അങ്ങനെയാണല്ലോ. മകളെ കാണാത്ത വേദന അലയുന്ന ആ മാതാപിതാക്കളെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു തകർക്കുക, പല എന്താ പറയാ പല വാർത്തകളും പ്രചരിപ്പിക്കുക, അങ്ങനെ പലതരത്തിലും ആ പെൺകുട്ടിയെ കാണാത്ത വേദന ഒരിടത്താണ്. ഇപ്പോൾ അതിനൊപ്പമാണ് ഈ പറയുന്ന രീതിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ, ആത്മഹത്യയല്ല മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി ആ മാതാപിതാക്കൾക്ക് അറിയേണ്ടത്. എന്താണ് ഈ ഒരു കൃത്യത്തിലേക്ക് പോവാൻ അവരെ പ്രേരിപ്പിച്ചത്? ഇതെല്ലാം ആ കുടുംബത്തിന് ഇനി അറിയേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറിലും അതിന് എന്താ പറയാ ഒരു കൃത്യമായ വിവരണം പോലീസിന് നൽകാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 2025 തുടങ്ങിയത് മുതൽ ഇപ്പൊ നമ്മൾ മാർച്ചിലെത്തി നിൽക്കുകയാണ്. നമ്മള് ഈ വർഷം തുടങ്ങിയത് മുതൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അന്ത്യമില്ല. ശരിക്കും ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ അല്ലെ ഓരോ ദിവസവും ഇങ്ങനെ കേട്ടിട്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരള അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിൽ പോലും ഒരു 10ാം ക്ലാസ്സുകാരുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ ഒരു 42കാരന്റെ മനസ്സെന്താണ്, അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് ഒരു മരണ വഴിയിലേക്ക് എത്തുന്നു. നമുക്കൊന്നും നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യര് അടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം തന്നെയാണ് ഉണ്ടാകുന്നത് അല്ലേ. അതുമല്ല കൂടുതൽ വിവരങ്ങള് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വല്ലാത്ത രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്.